പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതിയരുടെ ഇടയിൽ ദുഷിപ്പിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നാം എങ്ങനെയാണ് ദൈവത്തിന്റെ നാമം, ആ മഹത്വമേറിയ നാമം ദുഷിപ്പിക്കപ്പെടുന്നത്? നമുക്കൊന്ന് നമ്മെ തന്നെ വിലയിരുത്തി നോക്കാം. കാരണം നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ കുറിച്ചാണ് പൗലോസ്ലീഹ ഈ വാചകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അനുകരിക്കുന്നവനായ ക്രിസ്ത്യാനികളെന്ന് അവകാശവാദം മുഴക്കുന്നവരായ നമ്മളാണ് ദൈവനാമം ദുഷിപ്പിക്കുവാൻ ഇടയാക്കുന്നത് എന്നാണ് പൗലോസ്ലീഹയുടെ കണ്ടെത്തൽ. ശരിയാണോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ശരിയാണ് എന്ന് നാം സമ്മതിക്കേണ്ടി വരും. കാരണം നാം നമ്മുടെ ചേരികളെ വിലയിരുത്തുമ്പോൾ അത് ശരിയാവാനാണ് സാധ്യതയേറെ. മറ്റൊന്നുകൊണ്ടുമല്ല, ഈശോ തമ്പുരാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കോപ്പകളുടെ പുറം കഴുകുന്നു, എന്നാൽ ഉള്ളു കഴുകുന്നില്ല, അകം കഴുകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കോപ്പകളുടെ പുറം കഴുകുന്നു, എന്നാൽ ഉള്ളു കഴുകുന്നില്ല. കഴുകാത്ത ഉള്ളിലാണ് നാം ആ അഴുക്കുള്ള പാത്രത്തിന്റെ ഉള്ളിലേക്കാണ് നാം അന്നു വേണ്ടുന്ന ആഹാരം കഴിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പരാതി പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്റെ മെക്കെട്ട് കയറും. കാരണം താൻ അങ്ങനെയായിരിക്കും, ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയും. അതാണല്ലോ വാസ്തവം. കാരണം ഹവ്വായ്മ പറഞ്ഞു, പാമ്പ് പഴം നല്ലതാന്ന് പറഞ്ഞു, മോഹിപ്പിച്ചു, ഞാൻ കഴിച്ചു. ഞാൻ എടുത്തു കഴിച്ചല്ല. ആദം പറഞ്ഞു, നീ തന്ന സ്ത്രീ അതുവരെ എന്റെ സ്ഥിരസ്ഥിയായിരുന്നു. ആ ഹവ്വായ്മേനെ ആദം പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ തന്ന സ്ത്രീ, കൂട്ടിന് തന്ന സ്ത്രീ എന്നെ ചതിച്ചു, ഞാൻ പഴം തിന്നു. കുറ്റം ആരും ഏറ്റെടുക്കില്ല. ഞാനും അങ്ങനെ തന്നെയാ, വ്യത്യാസമൊന്നുമില്ല. നമ്മളെ പോലെ തന്നെ ഞാൻ പച്ചയായ മനുഷ്യനാ, ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ ഉള്ളവനാ. പക്ഷേ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയാണ്, നിങ്ങൾ ദൈവനാമം ദുഷിപ്പിക്കുന്നു. അപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാത്രത്തിന്റെ പുറം കഴുകുന്നു, അകം കഴുകുന്നില്ല. അപ്പൊ നമുക്ക് ആ പുറം കഴുകുന്നതും അകം കഴുകുന്നതും എന്താണെന്ന് നോക്കാം. അകം, പുറം നമ്മുടെ ഈ കാണുന്ന ശരീരം,
വടിവൊത്ത ശരീരം, ഭംഗിയാർന്ന ശരീരം, കുളിച്ച് ചാന്തുപൊട്ടൊക്കെ ചാർത്തി പൊട്ടിയൊക്കെ ഇട്ട് വളരെ വൃത്തിയുള്ള ശരീരം, പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 101 വട്ടം കണ്ണാടിയെ നോക്കിയാലും തൃപ്തി വരാത്ത ശരീരം, ആരെങ്കിലും എന്നെ വീക്ഷിക്കണം, എന്നെ നോക്കണം, എന്നെ അംഗീകരിക്കണം, ഞാൻ പോകുമ്പോൾ എല്ലാവരും ഒന്ന് അറിയണം എന്നാഗ്രഹിക്കുന്ന ശരീരം. ഇത് നമ്മൾ നല്ല നല്ല വാസന തൈലം ഉപയോഗിച്ച് മിനുക്കി പിടിപ്പിച്ച് വാസന സോപ്പ് ഉപയോഗിച്ച് കഴുകി പരിമളം പൂശി ആണ് നമ്മൾ പുറത്തേക്ക് പോവുക. ശരീരം 100% പ്യുവർ. നമ്മൾ പോകുമ്പോൾ തന്നെ ജനം നമ്മെ കണ്ട് ആശ്ചര്യപ്പെടും. എന്തൊരു ഭംഗി! നമ്മളത് തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. അത് നമ്മുടെ പുറം, നമ്മളാകുന്ന പാത്രത്തിന്റെ പുറം. ഇനി നമ്മളാകുന്ന പാത്രത്തിന്റെ അകം നോക്കാണല്ലോ എങ്ങനെയാണ്. നമ്മളാകുന്ന പാത്രത്തിന്റെ അകം കർത്താവിന്റെ വചനത്തിലൂടെ അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മളാകുന്ന പാത്രത്തിന്റെ അകം തുറന്ന ശവക്കുഴിയാണ്. വിഷമം വിചാരിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. വചനം വളരെ വ്യക്തമായിട്ട് എന്നെയും നിങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നു. തുറന്ന ശവക്കുഴിയാണ്. ഈ തുറന്ന ശവക്കുഴിയുടെ പ്രത്യേകത എന്താ? അതിൽ നാറ്റവും മണവും അളിഞ്ഞ ശരീരത്തിന്റെ ഭാഗങ്ങളും ദുർഗന്ധവും ആയിരിക്കും. അതിൽ ഉറുമ്പുകളും ചതലുകളും പാറ്റകളും ആയിരിക്കും. ശരിയല്ലേ? ഇത് തന്നെയല്ലേ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലും? സംശയമൊന്നുമില്ലല്ലോ. നമ്മുടെ ഹൃദയത്തിലുള്ള ചിതലുകളാണ് നമ്മുടെ ഹൃദയത്തില് ചിതലുകൾ. അതായത് നമ്മുടെ അകത്തെ കൂപ്പയിൽ നമ്മളാകുന്ന പാത്രത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ സാധനമാണ് ചിതലുകൾ. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിൽ രൂപം കൊള്ളുന്ന അസൂയ. അസൂയ വളരെ ചെറിയ ഈസി ആയിട്ട് എടുക്കണ്ട. അസൂയ ഗർഭം ധരിച്ച് വെറുപ്പിനെ പ്രസവിക്കും. വെറുപ്പ് വീണ്ടും ഗർഭം ധരിക്കും, കോപത്തെ പ്രസവിക്കും. കോപം വീണ്ടും ഗർഭം ധരിക്കും, വൈരാഗ്യത്തെ പ്രസവിക്കും. വൈരാഗ്യം വീണ്ടും ഗർഭം ധരിച്ച് നൈരാശ്യത്തെ പ്രസവിക്കും. നൈരാശ്യം വീണ്ടും ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കും. നിത്യമായ മരണം. അപ്പൊ അസൂയ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായി. അസൂയ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതുകളയാത്തോടത്തോളം കാലം നമ്മുടെ ഹൃദയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനാകുന്ന ഈ കോപ്പയുടെ ഉൾഭാഗം വൃത്തിഹീനമാണ്, മലിനമാണ്, അസഹ്യമായ നാറ്റമുളവ പുറപ്പെടുവിക്കുന്നതാണ്. ശരിയല്ലേ? ആണ്. രണ്ടാമത്തെ കാര്യം, അസൂയ എന്നിൽ വന്നാൽ ഞാൻ പരദൂഷണം പറയും. പരദൂഷകൻ കൊലപാതകിയാണ്, സംശയം വേണ്ട. പരദൂഷകൻ വലിയ കൊലപാതകിയാണ്. കാരണം അവൻ കൊല ചെയ്യുന്നത് ആയുധം കൊണ്ടല്ല, പകരം നാവുകൊണ്ടാണ്. ആയുധം കൊണ്ട് കൊല ചെയ്താൽ രക്തം വറ്റുന്നതിന് മുമ്പ് കൊണ്ടുചെന്നാൽ രക്ഷിക്കാം. നാവ് കൊണ്ട് കൊല ചെയ്താൽ രക്തം വാർന്നു പോകുന്നത് കാണില്ല, അദൃശ്യമായിരിക്കും. പക്ഷേ മരിച്ചു പോകും, ഇല്ലായ്മ ചെയ്യും, ഉന്മൂലനം ചെയ്യും. അതാണ് നാവ് കൊണ്ടുള്ള കൊല. അപ്പോ പരദൂഷണം നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്തല്ലേ?
അപ്പോൾ അതുള്ളപ്പോഴും നമ്മൾ വൃത്തികേടായില്ലേ. കൂടുതൽ ഉപമകൾ പറഞ്ഞ് നീട്ടണ്ട, ചുരുക്കി പറയാന്ന് വെച്ചിട്ട് ഇത്യാദി ഗുണങ്ങളുള്ള നമ്മേക്കാളും ഉപരിയായി അറിയപ്പെടാത്ത ദൈവത്തെ ആരാധിക്കുന്നവരായ വിജാതിയർ, അവർക്കറിവില്ല, സത്യമെന്തെന്ന് അവരറിയുന്നില്ല, അവർ അറിയപ്പെടാത്തതിനെ ആരാധിക്കുന്നു. നമ്മൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, പക്ഷെ നമ്മൾ അവരെക്കാളും താഴെ പോകുന്നു. എങ്ങനെ? പ്രവൃത്തി കൊണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യും, കുർബാന കാണാൻ പോകും, ഉപവസിക്കും, എന്തൊക്കെയോ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവൃത്തികളും ചെയ്യും. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ഈ കോപ്പയ്ക്ക് പുറത്താണ്. കോപ്പയ്ക്കകത്ത് ഈ നേരത്തെ പറഞ്ഞ സകല ജീവജാലങ്ങളുണ്ട്. അതിന്റെ പ്രതിഫലനം എന്തുണ്ടാക്കുന്നു? മറ്റുള്ളവർ ദർശിക്കുമ്പോൾ അവർ കാണുന്നത് പരദൂഷകനായ എന്നെ, അസൂയാലുവായ എന്നെ, ദൂഷണം പറയുന്ന എന്നെ, ദ്രോഹം ചെയ്യുന്ന എന്നെ, വീമ്പ് പറയുന്ന എന്നെ, അവിശ്വാസിയായ എന്നെ ആണ് കാണുന്നത്. അപ്പോൾ അവർ പറയും, ഇവൻ ക്രിസ്ത്യാനിയാണ്, അപ്പൊ ഇവൻ വിശ്വസിക്കുന്ന ക്രിസ്തുവും ഇതുപോലെയാകും എന്ന് ചിന്തിച്ചു. അതാണ് ദൈവം നമ്മോട് പറഞ്ഞത്, കോപ്പയുടെ ഉൾഭാഗം കഴുകാൻ. നമ്മൾക്കാകാത്തതും അതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ മഹത്വപൂർണമായ നാമം വിജാതിയരുടെ ഇടയിൽ ദുഷിപ്പിച്ചതാക്കി മാറ്റുന്നു. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കൊടുക്കുന്നവനാണ്. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കൊടുക്കുന്നവൻ ആയിരിക്കണം. ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു വന്ന് ഭൂമിയിൽ 33 കൊല്ലം ജീവിച്ചു. തന്റെ പരസ്യ ജീവിതകാലത്ത് അവൻ എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു. രോഗശാന്തി കൊടുത്തു, മരിച്ചവർ ഉയർപ്പിച്ചു കൊടുത്തു, ശാന്തി കൊടുത്തു, സമാധാനം കൊടുത്തു, 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുത്തു. അവൻ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആ അവനെ പിന്തുടരുന്ന ക്രിസ്ത്യാനി ചെയ്യുന്നത് വാങ്ങുക മാത്രമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടേതെടുത്ത് കൊടുക്കുന്നില്ല. ക്രിസ്തു കൊടുത്തത് അവനിൽ പിതാവിനാൽ നൽകപ്പെട്ടിരുന്ന എല്ലാ കൃപകളും അവൻ മറ്റുള്ളവർക്ക് അനായാസനെ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു പരാതിയില്ലാതെ. വ്യഭിചാരിയെ പിടിച്ചപ്പോഴും പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യാതിരുന്നാൽ മതി. ചുങ്കക്കാരെ കണ്ടപ്പോഴും പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. ആരെയും അവിടുന്ന് വിധിച്ചില്ല. പകരം അവരുടെ ഇല്ലായ്മകളെ കണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. ആ ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അസന്നിഗ്ധമായി പറഞ്ഞത്, നിങ്ങൾ ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നുവെന്ന്. ആയതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ കുർബാന കാണുന്നവനാണോ, കുർബാന അർപ്പിക്കുന്നവനാണോ? വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളെല്ലാവരും പുരോഹിതരാണ്, ബലി അർപ്പകരാണ്. നാം പലപ്പോഴും കുർബാന കാണാൻ പോകുന്നവരാണ്. നാം
ഉപവസിക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്. വീട്ടിൽ അമ്മ ഉപവസിക്കുന്നത് മക്കളെ കാണിക്കാറില്ല. എന്നാൽ മക്കൾ ഉപവസിക്കുന്നത് അമ്മയെ കാണിക്കാനാണ്. അമ്മ മക്കൾക്ക് വിളമ്പിക്കൊടുത്ത്, ഇന്നത്തെ കാലത്തല്ല, കുറച്ചു മുമ്പ് അമ്മയുടെ ഭാഗം അമ്മയ്ക്ക് പാത്രം വയ്ക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അമ്മ മുണ്ട് മുറുക്കി കുത്തും. അതൊരു ഉപവാസമായിരുന്നു, ക്രിസ്തുവിനോട് ചേർന്നു. ഇന്നത്തെ അമ്മമാർക്ക് ഉപവാസം എന്താണെന്നറിയില്ല. ആഹാരം കഴിക്കാതിരിക്കുന്നതല്ല ഉപവാസം. അവനോട് കൂടിയായിരിക്കുക, ഉപവസിക്കുക. ആരോടുകൂടെ? ക്രിസ്തുവിനോടുകൂടെ. അതാണ് ഉപവാസം. അപ്പോ നാം തിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ കോപ്പയുടെ ഉൾഭാഗം കഴുകേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിതല് നിറഞ്ഞ ചിതൽപുറ്റാണ്. ചിതൽപുറ്റ് നമ്മുടെ ഷോക്കേസിൽ വെക്കില്ല. കാണാൻ നല്ല അഴകുള്ള സാധനം, പക്ഷെ ഷോക്കേസിൽ വെക്കില്ല. ഷോക്കേസ് കേടും. ഇതേ അവസ്ഥ തന്നെയാണ് നാം ആകുന്ന ഈ ചിതൽപുറ്റ്. സ്വർഗത്തിൽ പോവില്ല, ദൈവസ്നേഹത്തിലേക്ക് എത്തില്ല. കാരണം ദൈവസ്നേഹം ഉൾക്കൊള്ളാൻ ഈ പുറ്റിനാവില്ല. കാരണം ഈ പുറ്റ് നിറച്ച് ചതല. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നമ്മെ തന്നെ കഴുകിത്തരുവാൻ നമ്മുടെ രക്ഷകനായ കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവെ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഞാനാകുന്ന ഈ ചിതൽപുറ്റ് നീ വീണ്ടും നനച്ച്, നിന്റെ രക്തം കൊണ്ട് നനച്ചു കഴുകി ശുദ്ധീകരിച്ച് എനിക്ക് നിന്റെ ഛായയും സാദൃശ്യവും നൽകണമേ. നിന്റെ ജീവൻ ആകുന്ന പരിശുദ്ധാത്മാവിനെ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായില്ലേ? അതിനാൽ ഞാനിവിടെ നിർത്തുന്നു. പിതാവിനും സ്തുതിയും പുത്രന് ആരാധനയും പരിശുദ്ധാത്മാവിന് എക്കാലവും സ്വസ്ത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ.